ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേ NDPC CBT2 2025 എഴുതാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GK എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. NDPC CBT2 50 മാർക്കോളം ചോദിക്കുന്നത് GK പോർഷനിൽ നിന്നാണ്. അപ്പോൾ ആ GK എങ്ങനെയാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്, ഏതൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ GKയിൽ ഓരോ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ വർക്കൗട്ടിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും RRB NDPCയുടെ ഒരു ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസും അതുപോലെ എങ്ങനെ സ്റ്റഡി ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ സ്ട്രാറ്റജീസ് വരുന്നത് അല്ലെങ്കിൽ പോർഷൻ ഡിവിഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സ്മാർട്ട് ടോപ്പിക് സെലക്ഷൻസ് നിങ്ങൾ നോക്കണം. ഏത് പോർഷനിൽ നിന്നാണ് GK ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഹിസ്റ്ററി ജോഗ്രഫി ഏരിയയിൽ നിന്നാണ്. അതായത് ഹിസ്റ്ററി ജോഗ്രഫിയിൽ നിന്ന് ഒരു 26% ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വരുന്നത്. അതായത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഒരു 8 ക്വസ്റ്റ്യൻസ് കാണും, ചിലപ്പോൾ ജോഗ്രഫി എടുത്ത് നോക്കിയാലും ഒരു 8-6ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഏകദേശം ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ സയൻസ് പോർഷൻ ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം GK എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ സയൻസും ഉൾപ്പെടുന്നുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് വരുന്നത്. അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫിയിൽ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുമ്പോൾ ആൻഷ്യന്റ് ഹിസ്റ്ററി സെപ്പറേറ്റ് പഠിക്കണം, മെഡീവൽ ഹിസ്റ്ററി സെപ്പറേറ്റ് പഠിക്കണം, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി എടുത്ത് പഠിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ചു കണ്ടിട്ടുള്ളത് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്നാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ സ്മാർട്ട് ആയിട്ട് ടോപ്പിക്സുകൾ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കണമെങ്കിൽ ഈ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. കാരണം എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയയും കൂടെയാണ് GK എന്ന് പറയുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം. പിന്നെ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സിൽ നിന്ന് നോർമലി ചോദിച്ചു കണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, പാർട്ടുകളും കാര്യങ്ങളും ഷെഡ്യൂളുകളും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസബിൾ ആയിരിക്കും. പിന്നെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് യൂസബിൾ ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഇനി അടുത്ത് വരുന്നതാണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പൊ ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത്. അതായത് പൊളിറ്റിയും എക്കണോമിക്സും ഒരേ ഒരു നാല് ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സും ലിറ്ററേച്ചറും. കറണ്ട് അഫയേഴ്സ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ്, ഇപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന 2025 ആണെങ്കിൽ നമ്മുടെ ഒരു 2024 തൊട്ടേ റിലവന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അതിന്റെ ഏരിയാസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. സ്പോർട്സിന്റെ ഒരു മെയിൻ കണ്ടന്റ് ഉണ്ട്, ലിറ്ററേച്ചറിന്റെ കണ്ടന്റുകൾസ് വരാറുണ്ട്, അതുപോലെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് വരാറുണ്ട്, നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ഏരിയാസ് ഏറ്റവും സെലക്ടഡ് ആയിട്ട് എപ്പോഴും ഈ പറയുന്ന എക്സാംസുകൾക്ക് ചോദിക്കാറുണ്ട്. ആ ഏരിയാസ് കണ്ടുപിടിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് തന്നെ ആയിരിക്കും പിന്നെ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ക്വസ്റ്റ്യനുകളാണെങ്കിൽ അടുത്ത് വരുന്നത് പൊളിറ്റി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സ്റ്റാറ്റിക് GKയിലെ പോർഷൻ വരുന്നത്. സ്റ്റാറ്റിക് GKയിലെ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡാൻസസ്, മ്യൂസിക്, പെയിന്റിങ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ വിളിച്ച് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. പിന്നെ സ്റ്റാറ്റിക് GKയുടെ ബാക്കി പോർഷൻസും കമ്പ്യൂട്ടർ, സ്പോർട്സ്, മോണുമെന്റ്സ്, ഇതേ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GKയുടെ ഒരു എന്താണ് കൂട്ടം, ഓവറോൾ ആയിട്ടുള്ള ഒരു അവയർനെസ് തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നോക്കിക്കോണം. അതൊക്കെ ലാസ്റ്റ് ആണ്. നമ്മുടെ മെയിൻ ഫോക്കസ് എന്തിലാണ് നമ്മൾ കൊടുത്തു വരേണ്ടതെന്നും ഏതിലാണ് കൂടുതൽ സമയം ചെലവാക്കേണ്ടതെന്നും ഒക്കെ ഈ ഒരു ഗ്രാഫ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുത്തേക്കുക. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 4ഓളം അല്ലെങ്കിൽ 5ഓളം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് എന്തായാലും മിനിമം ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് അതിലേക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. വിച്ച് മെറ്റൽ വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ കോയിനേജ് ഇൻ ദ മൗര്യൻ എംപയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസബിൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വിച്ച് മെറ്റൽ വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ കോയിനേജ് ഇൻ ദ മൗര്യൻ എംപയർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, മൗര്യൻ എംപയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മൗര്യൻ എംപയറിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ GKക്ക് വേണ്ടി സെപ്പറേറ്റ് ബുക്സ് കണ്ടെടുത്തി പഠിച്ചെന്ന് വെച്ചാൽ എഴുതാനായിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ വെക്കണം. അതിൽ ഹിസ്റ്ററിക്ക് ആണെങ്കിൽ ഹിസ്റ്ററിയിൽ ഏത് പോർഷനാണ് മൗര്യൻ വരുന്നത്, ആൻഷ്യന്റ് ആണ്. ആൻഷ്യന്റ് ഹിസ്റ്ററിയിലാണ് വരുന്നതെങ്കിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി എടുത്തു വെച്ചിട്ട് ആൻഷ്യന്റ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് എഴുതി പഠിക്കണം. മൗര്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മൗര്യനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്ത് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാമോ
അതെല്ലാം എന്ത് ചെയ്യണം, ആ ഒരു പോർഷനിൽ തന്നെ എഴുതി പോകണം. അതായത് നിങ്ങൾക്ക് ഒരിക്കലും മിസ്മാച്ചിങ് നടക്കരുത്. നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു പോകുക. പിന്നെ അതിന് വേറൊരു സമയം നിങ്ങൾ ചെലവഴിക്കാതിരിക്കുക. അതാണ് പറയുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാതിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫാക്ടുകളും കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് മെറ്റൽ വാസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ കോയിനേജ് ഇൻ ദ മൗര്യൻ എംപയർ. മൗര്യൻ എംപയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന മെറ്റൽ ഏതെന്നാണ് ചോദിക്കുന്നത്. കോപ്പർ, സിൽവർ, ഗോൾഡ്, അയൺ. നമുക്കറിയാം സിൽവർ ആണ് ഏറ്റവും കൂടുതൽ മൗര്യൻ എംപയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇത് മാത്രമാണ്. പക്ഷെ ഇത് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിക്കുക. ഇപ്പൊ നമുക്ക് കോയിൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് പിന്നെ വരുന്നത് ആരാണ്, നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൽത്തുമിഷിന്റെ കോയിൻസ് ആയിട്ടുള്ള സിൽവർ തങ്കയും കോപ്പർ ജിറ്റലുമാണ്. അപ്പൊ കോയിൻ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർമ്മിക്കണം. കോപ്പർ ജിറ്റല്, സിൽവർ തങ്ക, ഇതൊക്കെ ആരുടെ സമയത്താണ്, സ്ലേവ് ഡൈനാസ്റ്റിയുടെ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോയിൻസ് ആണ്. ഇത് ആരാണ് കൊണ്ടുവന്നത്, ഇൽത്തുമിഷ് എന്ന് പറയുന്ന ആളാണ് അന്ന് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, സ്ലേവ് ഡൈനാസ്റ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ സ്ലേവ് ഡൈനാസ്റ്റിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ലേവിന്റെ ഒരു പ്രത്യേകം പോർഷൻസ് ഡിവൈഡ് ചെയ്യുക, അതിലേക്ക് ഈ പോയിന്റ്സുകൾ ആഡ് ചെയ്ത് കൊടുത്തു വയ്ക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേണം പഠിക്കുക. ഒന്നിൽ നിന്ന് കണക്ട് ചെയ്ത് മറ്റതിലേക്ക് പോയി പഠിക്കണം. കുറച്ച് സമയം എടുക്കുക. നമ്മൾ GK എന്ന് പറയുന്നത് 1-2 മണിക്കൂർ എടുത്ത് പഠിക്കുകയല്ല, ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം അതിന് സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതിനെ റിവൈസ് ചെയ്യുക, നന്നായി റെഗുലർലി നമ്മൾ അതിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുക. സിൽവർ, തെങ്കാസ് ചെയ്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഗോൾഡ് കോയിൻസ് ആക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു, ബാൽബൻ എന്ന് പറയുന്ന ആളാണ്. ബാൽബൻ ഇതും ആരാണ്, നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ആളാണ്. അപ്പൊ അതാണ് ബേസിക്കലി മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൗര്യൻ എംപയറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഏറ്റവും ടോപ്പസ്റ്റ് റൂളർ അല്ലെങ്കിൽ മൗര്യൻ എംപയർ എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം ആലോചിക്കണം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു പേരാണ് ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ ഈ മൗര്യന്മാർ വരുന്നതിന് മുമ്പ് ആരാണ് ഇവിടെ എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദ ഡൈനാസ്റ്റി ആയിരുന്നു. നന്ദ ഡൈനാസ്റ്റിയെ മാറ്റിക്കൊണ്ടാണ് ആര് വരുന്നത്, അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ച് ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്, ചന്ദ്രഗുപ്ത മൗര്യക്കാര് വരുന്നത്, അല്ലെ, മൗര്യൻ വരുന്നത്. അതിൽ ആരുടെ നിർദ്ദേശപ്രകാരം, ആരാണ് അതിനു വേണ്ടിയായിട്ട് തന്ത്രങ്ങൾ ഓതി കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, ചാണക്യനാണ്, അല്ലെ, ചാണക്യ തന്ത്രം, അതായത് കൗടില്യനാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ചാണക്യ അല്ലെങ്കിൽ കൗടില്യ ഏത് ബുക്കാണ് കൂടുതൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് AI ടൂൾസ് അല്ലെങ്കിൽ ഒരുപാട് ഗൂഗിൾ പോലെയുള്ള പല ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അടിച്ച് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണങ്ങളുണ്ട്. അതെല്ലാം ചെയ്യുക. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യ നന്ദ ഡൈനാസ്റ്റി റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതിന് ആ ഒരു തന്ത്രങ്ങളും കൃത്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്, ഈ പറയുന്ന ചാണക്യ അല്ലെങ്കിൽ കൗടില്യാണ്. കൗടില്യയുടെ ബുക്കിനെയാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു ഏറ്റവും നല്ലൊരു റൂളർ എന്ന് പറയുന്നത്. പുള്ളി കഴിഞ്ഞിട്ട് വരുന്നതാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദുസാരയാണ്. ബിന്ദുസാര. ഈ ബിന്ദുസാരയെ പഠിക്കാൻ കാരണം എന്താണ്, ബിന്ദുസാരയുടെ മകനാണ് ആരെന്ന് പറയുന്നത്, അശോക എന്ന് പറയുന്നത്, അല്ലെ, അശോക എന്ന് പറയുന്നത് ബിന്ദുസാരയുടെ മകനാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കണം. അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് ജൈനിസം വിശ്വസിച്ചിരുന്ന ആളാണ്. ആരാണ്, ജൈനിസം എന്ന് പറയുന്ന മതം സ്വീകരിച്ച ആളാണ്. ജെയിൻ ആയിരുന്നു കൂടുതലും പുള്ളി വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്താണ്, ഈ പറയുന്ന അശോകയിലേക്ക് എത്തുമ്പോൾ അശോക എന്തായി മാറുകയാണ്, ബുദ്ധിസ്റ്റ് ആശയങ്ങളെ എന്ത് ചെയ്യാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, അല്ലെ. എന്തിനു ശേഷം ഈ കലിംഗ വാർ, അല്ലെ, കലിംഗ എന്ന് പറയുന്ന ഏറ്റവും ബാറ്റിൽ ഓഫ് കലിംഗ എന്നാണ് 261 BC ആണ്, അല്ലെ. 261 BC-യിലാണ് കലിംഗ വാർ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ എന്തൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നു അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. കലിംഗ വാർ 261 BC-യിൽ നടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അശോക എന്ന് പറയുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളർ എന്തായി മാറുകയാണ്, ബുദ്ധിസം സ്വീകരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ ആലോചിക്കാം. പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണ് ഇവിടെ ഗ്രീക്ക് റൂളേഴ്സിനെ തോൽപ്പിച്ച്, ഗ്രീക്ക് റൂളേഴ്സ് ആയിട്ടുള്ള, അല്ലെ, ഗ്രീക്ക് റൂളറിനെ തോൽപ്പിച്ചാണ് സെലിക്കസ് നിക്കോട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് റൂളറിനെ തോൽപ്പിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്രീക്കിന്റെ ബുക്സിലൊക്കെ പേരുള്ള ആളാണ് ആര്, ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. അപ്പൊ സെലിക്കസ് നിക്കോട്ടർ എന്ന് പറയുന്ന ആളെ തോൽപ്പിച്ച് അയാളുടെ മകളെയും കല്യാണം കഴിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. അത് ആലോചിക്കണം. അങ്ങനെ ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിൽ വന്നിട്ടുള്ള ആളാണ് മെഗസ്തനിസ് എന്ന് പറയുന്ന ആള്.
മെഗസ്തനീസ്. ആരുടെ കോർട്ടിലാണ് മെഗസ്തനീസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലാണ് മെഗസ്തനീസ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഗ്രീക്ക് അംബാസിഡർ ആയിട്ടുള്ള മെഗസ്തനീസ് വരുന്നത് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പൊ ഇവര് ഭരിച്ചിരുന്ന മൗര്യന്മാര് ഭരിച്ചിരുന്നത് ഏത് ഭാഗത്താണ്? മഗധ എന്ന് പറയുന്ന ബീഹാർ, പ്രസന്റ് ടൈം ബീഹാറിലാണ് മൗര്യൻ എംപയർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓരോന്നും ഫാക്ട് തപ്പിപ്പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പോകണം. ഓക്കെ, ഇതാണ് മൗര്യനെ കുറിച്ചിട്ടുള്ള ഒരു ടോട്ടൽ ഓവറോൾ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഫാക്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? അദായി ദിൻക ജോൻപ്ര ഇൻ അജ്മേർ വാസ് ബിൽഡ് ഇൻ ദ പീരീഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി. ഇവിടെ ചോദിച്ചിരിക്കുന്നതും ഒരു ആൻഷ്യന്റ്, ഇതൊരു മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് കടക്കുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഏത് ഡൈനാസ്റ്റിയിലാണ് വരുന്നതെന്നാണ്. അദായി ദിൻക ജോൻപ്ര അജ്മേറിൽ. അജ്മേർ എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ അജ്മേറിൽ വരുന്നത്. ഏത് പീരീഡിലാണ് അതെന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലാണ്. ഇതറിയാലോ നിങ്ങൾ, നമ്മുടെ ഡൈനാസ്റ്റികളൊക്കെ അറിയാലോ. സ്ലേവ് ഡൈനാസ്റ്റി, ആ പീരീഡുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഏത് വർഷമാണ് സ്ലേവ് വന്നത് അല്ലെ, ആ ഒരു പീരീഡ് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ നോക്കുക. 1206 1290 ഇടയിലാണ് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാംലൂക്ക് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ വർഷങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡിലേക്ക് റൂൾ ചെയ്യാൻ വന്ന ഖൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ കിൽജി ഡൈനാസ്റ്റി ഉണ്ടായിട്ടുള്ളത്. 1290 തൊട്ട് 1320 വരെ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് റൂൾ ചെയ്യുന്ന ഡൈനാസ്റ്റികളാണ് ഈ പറയുന്ന കിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ കിൽജിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജലാലുദ്ദീൻ കിൽജി ആണ് ഉണ്ടായിരുന്നത്. അവരാണ് തുടങ്ങിയത്. ജലാലുദ്ദീൻ കിൽജിയെ മാറ്റിയിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലാവുദ്ദീൻ കിൽജി അല്ലെ, സിക്കന്ദർ എന്നൊക്കെ വിളിക്കുന്ന അല്ലെ, സിക്കന്ദർ ഈ സൈനി എന്ന് വിളിക്കുന്ന അലാവുദ്ദീൻ കിൽജി. അപ്പൊ സിക്കന്ദർ ഈ സൈനി എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് അലക്സാണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന, സ്വന്തമായിട്ട് അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിച്ച ആളാണ് അലാവുദ്ദീൻ കിൽജി. അതാരാണ്? സിക്കന്ദർ ഈ സൈനി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലാവുദ്ദീൻ കിൽജി ആണ്. അലാവുദ്ദീൻ കിൽജിയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി ഗുർഷിപ്പ് ആണ്. അലി ഗുർഷിപ്പ് എന്ന് പറയുന്ന പേരാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ പുള്ളിയാണ് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല സൗത്ത് ഇന്ത്യ എക്സ്പെഡീഷൻ ചെയ്യുന്നത്, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് എക്സ്പെഡീഷൻ ചെയ്ത് സൗത്ത് ഇന്ത്യയിലെ കുറെ റൂളേഴ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ തോൽപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന അലാവുദ്ദീൻ കിൽജി എന്ന് പറയുന്നത്. അതിന് കൂടെ നിന്ന ആളാരാണെന്ന് ചോദിച്ചാൽ, കമാൻഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിക് കഫൂർ ആണ്. ആരാണ്? മാലിക് കഫൂർ ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓരോ കാര്യത്തിൽ നിന്നും പഠിച്ചു വെക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അത് എന്ത് ചെയ്യുക? മനസ്സിലാക്കിക്കോളുക. പിന്നെ ഇവിടെ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് കിൽജി ഡൈനാസ്റ്റി കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? തുഗ്ലക്ക് ഡൈനാസ്റ്റി വരുന്നത് അല്ലെ. തുഗ്ലക്ക് ഡൈനാസ്റ്റി, തുഗ്ലക്ക് ആണ് ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന ഡൈനാസ്റ്റി ആണ് തുഗ്ലക്ക് ഡൈനാസ്റ്റി. 1320 തൊട്ട് 1414 വരെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തതാ. ഇവിടെ തുഗ്ലക്ക് ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, ലോധി ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, ഖിൽജി ഡൈനാസ്റ്റി. അപ്പൊ അവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ ആരാണ്, അവരെന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, ഇതെല്ലാം പഠിക്കാനുള്ള നിങ്ങളുടെ ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾ 3 ക്വസ്റ്റ്യനെ പഠിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിലവന്റ് ഫാക്ട്സുകളും നിങ്ങൾ എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു പോയിന്റ്സും മിസ്സാക്കില്ല. അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് സമയം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? തുഗ്ലക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെയ്ദ് ഡൈനാസ്റ്റി വരുന്നത് അല്ലെ. സെയ്ദ് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി വരുന്നത്, കിസിർ ഖാൻ കൊണ്ടുവരുന്ന സെയ്ദ് ഡൈനാസ്റ്റി വരുന്നത്. ഇതറിയാലോ. തുഗ്ലക്ക് ഡൈനാസ്റ്റി ആരുടെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പേര് കൊണ്ടാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതിനു മുമ്പ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഉണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൽ ആരാണ് ഇത് അറിയപ്പെടുന്നത്? ഒരുപാട് ഫെയിൽഡ് എക്സ്പെരിമെന്റിൽ അറിയപ്പെടുന്നത്, അതായത് ഫൂൾ എന്നുള്ള ഒരു കാര്യം അല്ലെ, ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. തുഗ്ലക്ക് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നു. പക്ഷെ എന്താണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? കുറെ ഫെയിൽഡ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. എന്താണ് ഫെയിൽഡ് എക്സ്പെരിമെന്റ്സ്? കുറെ കാര്യങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്തു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഡൽഹി ടു ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദിലേക്ക് എന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ ഷിഫ്റ്റ് നടത്തിയ ആളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പഠിക്കാറുണ്ട്. ഡൽഹി ടു ദേവഗിരിയിലൊക്കെ ആക്കി. പിന്നെ വരുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ടോക്കൺ കറൻസി കൊടുത്തു. ഈ പറയുന്ന ബ്രാസിലും കോപ്പറിലും നാണയങ്ങൾ ഉണ്ടാക്കാന്നുള്ള ഒരു കാര്യമായി. അത് അവസാനം എന്ത് ചെയ്തു? മൊത്തത്തിൽ അവര് രാജ്യത്തിൽ മൊത്തം നാണയങ്ങൾ കൊണ്ട് എന്താണ് അവര് കുമ്പാരം ഉണ്ടായെന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയമാണ്.
അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആലോചിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ദിവാൻ ഇ കൊഹി എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തുടങ്ങിയത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ദിവാൻ ഇ കൊഹി എന്ന് പറയുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ദിവാൻ ഇ കൊഹി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ പഠിക്കാനായിട്ട് ദിവാൻ ഇ കൊഹി എന്ന് പറയുന്നതൊക്കെ കൊണ്ടുവന്നത് തുഗ്ലക് ഡൈനാസ്റ്റിയുടെ സമയത്താണ്. പിന്നെ സെയ്ദ് ഡൈനാസ്റ്റി നമ്മൾ പറഞ്ഞു. സെയ്ദ് ഡൈനാസ്റ്റി കിസിർ ഖാൻ ആണ് കൊണ്ടുവരുന്നത്. 1414 തൊട്ട് 1451 വരെയാണ് ഉണ്ടായിട്ടുള്ളത്. 1414 ടു 1451 ആണ് ഈ പറയുന്ന സെയ്ദ് ഡൈനാസ്റ്റി. വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സെയ്ദ്. പിന്നെ ലാസ്റ്റ് ആണ് ആര് വരുന്നത്? ലോധി ഡൈനാസ്റ്റി. 1451 തൊട്ട് 1526 1526. പിന്നെ എന്തായി? 1526 ഇബ്രാഹിം ലോധിയും ബാബറും കൂടെ ഏറ്റുമുട്ടി. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ മുഗൾസിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് അല്ലെ. മുഗൾസിൽ ബാബർ വരുന്നത് അതിനുശേഷമാണ്. 1526 പാനിപ്പട്ട് യുദ്ധത്തിലൂടെ ബാബർ എന്ത് ചെയ്യാണ്? ഈ മുഗൾ സാമ്രാജ്യം കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റികളാണ് ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി, അത് കഴിഞ്ഞ് ഖിൽജി ഡൈനാസ്റ്റി, അത് കഴിഞ്ഞ് തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഇവരെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടും. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ചരിത്രം പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഓഫ് ദ ഇയർലിയസ്റ്റ് കോട്ടൺ കൾട്ടിവേഷൻ ഇൻ ദ ഇൻഡസ് വാലി ഈസ് ഫൗണ്ടഡ് അറ്റ് വിച്ച് സൈറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇൻഡസ് വാലിയിൽ എവിടെയാണ് കാണുന്നതെന്ന്, കോട്ടൺ കൾട്ടിവേഷൻ കണ്ടത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇൻഡസ് വാലിയിൽ കുറെ സൈറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സൈറ്റ് ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് വന്നു തുടങ്ങുന്നത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഹാരപ്പ വന്നത് ഏത് വർഷമാണ്? അത് കഴിഞ്ഞിട്ടുള്ള മോഹൻജദാരോ ഏതിലാണ് കണ്ടുപിടിച്ചത്? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോട്ടൺ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? നിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള മെഹർഗറിലാണ് കേട്ടോ. നിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള മെഹർഗറിലാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഇതിവിടെ എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. മെഹർഗർ പാകിസ്ഥാൻ ബാലുചിസ്ഥാനിലാണ്, പാകിസ്ഥാനിലെ ഈ പറയുന്ന മെഹർഗർ ഇത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. രാഖി ഗാരി എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാനയിലാണ് വരുന്നത്. ഹരിയാനയുടെ എന്താണ്? അത് മാത്രമല്ല ഏറ്റവും ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഖി ഗാരിയാണ്. ലാർജസ്റ്റ് സൈറ്റ്, ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ രാഖി ഗാരിയാണ്, ഹരിയാനയിലാണ് വരുന്നത്. ഇനി ധോളാവീര എന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ കൺസർവേഷൻ സിസ്റ്റത്തിലാണ് ഇത് ഫേമസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ധോളാവീര ഫേമസ്. ധോളാവീര ഗുജറാത്തിലാണ്. വാട്ടർ കൺസർവേഷൻ സിസ്റ്റത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഫേമസ് ആയിട്ടുള്ളത്. ഒരുപാട് വാട്ടർ എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അർബൻ പ്ലാനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്രോൺസ് ഏജ് ടൈമിലാണ്. പക്ഷെ ആ ഒരു സമയത്ത് പോലും വാട്ടർ കൺസർവേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അത് ധോളാവീരയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കാളിബംഗൻ എന്തിനാണ് ഫേമസ് എന്ന് പറയുന്നത്? ബ്ലാക്ക് ബാംഗിൾസിനും ഫേമസ് ആണ്. അതുപോലെ തന്നെ പ്ലോഡ് ഫീൽഡ്, എന്താണ്? പ്ലോഡ് ഫീൽഡ് എന്ന് പറയുന്ന സാധനത്തിനും ഫേമസ് ആണ്. ആരെന്ന് പറയുന്നത്? കാളിബംഗൻ എന്ന് പറയുന്ന പ്ലോഡ് ഫീൽഡിനാണ് ഫേമസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും സ്പെഷ്യാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഇത് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. അതിന് ഓരോ കാര്യങ്ങളായിട്ട് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ വരുന്നത്. നിങ്ങളത് അങ്ങനെ ഓരോന്നുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഹാരപ്പയുണ്ട്, ഇനി മോഹൻജദാരോ ഉണ്ട്. മോഹൻജദാരയിലാണ് ഗ്രേറ്റ് ഗ്രനേറെ, ഗ്രേറ്റ് ബാത്ത് തുടങ്ങിയ പല വലിയ വലിയ സാധനങ്ങളും കണ്ടുപിടിച്ചത് മോഹൻജദാരയിലാണ്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് തിരിക്കുമ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹിസ്റ്ററി ചോദിക്കുന്ന അതേ ലെവലിൽ തന്നെ ജോഗ്രഫിയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണ്? നമ്മുടെ കോസ്റ്റൽ ലൈൻസ്, ഡാമുകൾ, റിവേഴ്സ്, ലേക്സ്, മൗണ്ടെയിൻസ്, ഇങ്ങനെയുള്ള സെപ്പറേറ്റ് സ്പെഷ്യൽ ടോപ്പിക്സുകൾ എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ ഇന്ത്യ എക്സ്ക്ലൂഡിങ് ഐലൻഡ്സ്? ഐലൻഡ്സ് ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്തിലാണ് ഏറ്റവും ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ള ഇന്ത്യയിലെ സ്ഥലം എന്ന് പറയുന്നത്. ഏതാണ്? നമ്മുടെ ഗുജറാത്തിലാണ് വരുന്നത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ 1600ഓളം കിലോമീറ്റർ അതിലുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കാണ്ട്ല പോർട്ട് ഒക്കെ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. കാണ്ട്ല പോർട്ട് എന്നൊക്കെ പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറെ പോർട്ടുകളൊക്കെ അങ്ങോട്ടുണ്ട് ഗുജറാത്തിലേക്ക്. ഗുജറാത്ത് വരുന്നത് എവിടെയാണ്? അറേബ്യൻ സീയുടെ അടുത്താണ് വരുന്നത് അല്ലെ. അറേബ്യൻ സീക്ക് അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും പറയാനുള്ളത് അവിടുത്തെ കോസ്റ്റുകൾ ലൊക്കേറ്റഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കച്ച് അല്ലേ, ഗൾഫ് ഓഫ് കച്ച് ഒക്കെ അവിടെയാണ് വരുന്നത്. കച്ചും അതുപോലെ തന്നെ കത്യാവാർ കോസ്റ്റ് എന്നൊക്കെ പറയുന്ന കത്യാവാരി കോസ്റ്റ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ,
കത്യാവാരി കോസ്റ്റും കത്യാവാർ കോസ്റ്റും കച്ച് കോസ്റ്റും ഒക്കെ എവിടെയാണ് വരുന്നത്? ഈ പറയുന്ന നമ്മുടെ ഗുജറാത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ലൈനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈസ്റ്റേൺ കോസ്റ്റൽ ലൈൻ എന്ന് പറയുന്നത് എന്തിനാണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ വെസ്റ്റേൺ കോസ്റ്റൽ ലൈൻ എന്തിനാണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ്റ്റേൺ കോസ്റ്റൽ ലൈൻ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? എമർജന്റ് കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എമർജന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന കോസ്റ്റുകളെ, അല്ലെങ്കിൽ അവർ സ്ലോപ്പ് കൃത്യമായിട്ട് കാണിക്കുന്ന കോസ്റ്റുകളെ എമർജന്റ് കോസ്റ്റുകൾ എന്ന് പറയും കേട്ടോ. അപ്പൊ എമർജന്റ് കോസ്റ്റ് എന്നാണ് ഈസ്റ്റേൺ കോസ്റ്റൽ ലൈനിനെ അറിയപ്പെടുന്നത്. അതുപോലെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന് എന്താണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഡിമേർജ്ഡ് കോസ്റ്റ് എന്നാണ്. ഡിമേർജ് എന്ന് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന പ്ലേസ്, അല്ലെങ്കിൽ സബ്മർജ്ഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ, സബ്മർജ്ഡ് കോസ്റ്റ്. ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എമർജന്റ് കോസ്റ്റ് എന്നും വെസ്റ്റേൺ കോസ്റ്റിന് അറിയപ്പെടുന്നത് സബ്മർജ്ഡ് കോസ്റ്റുകൾ എന്നുമാണ്. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ നമ്മുടെ സദേൺ ഈസ്റ്റ് കോസ്റ്റ് ആയിട്ടാണ് കൊറമണ്ടൽ കോസ്റ്റ് അല്ലെ. കൊറമണ്ടൽ കോസ്റ്റ് അറിയപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് സ്ഥലത്തിലാണ്, സൗത്ത് ഈസ്റ്റിലാണ് കൊറമണ്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ കോസ്റ്റൽ ലൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പല പോയിന്റ്സ് നിങ്ങൾക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റും. അതെല്ലാം എന്ത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകുക കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. കൊറമണ്ടൽ കോസ്റ്റ് വരുന്നത് സൗത്ത് ഈസ്റ്റ് പാർട്ടിലാണ്. അത് രണ്ടും അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് പ്ലാറ്റ്യൂ ലൈസ് ബിറ്റ്വീൻ ആരവല്ലി ആൻഡ് വിന്ധ്യ റേഞ്ച്. ആരവല്ലി വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് ആരവല്ലി റേഞ്ച് വരുന്നത്. വിന്ധ്യ റേഞ്ച് വരുന്നത് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആ ഒരു റീജിയനിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന പ്ലേറ്റ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാൽവ പ്ലേറ്റ്യൂ ആണ് കേട്ടോ. മാൽവ പ്ലേറ്റ്യൂ. ഒന്ന് നമ്മൾ കോസ്റ്റൽ, നമ്മുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഇതിന് വേണ്ടിയായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇപ്പൊ കോസ്റ്റൽ ലൈനിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഇതെന്താ പറയുന്നത്? പ്ലേറ്റ്യൂവിനെ പറ്റിയാണ് പറയുന്നത്. മാൽവ പ്ലേറ്റ്യൂ ആണ് ഇതിന്റെ ഇടയ്ക്ക് കാണുന്നത്, മധ്യപ്രദേശിനും രാജസ്ഥാനും ഇടയിൽ കാണുന്നത്. അവരെന്തിനാണ് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ കോട്ടൺ, സോയാബീൻ ഒക്കെ ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മണ്ണാണ് മാൽവ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ എന്താണ്? ബ്ലാക്ക് സോയിൽ ആണ് വരുന്നത്. ബ്ലാക്ക് സോയിൽ അല്ലെ, ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ റിഗർ സോയിൽ എന്ന് പറയുന്ന സോയിലാണ് ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ സോയിലാണ് അവിടെ കാണപ്പെടുന്നത്. കോട്ടൺ അല്ലെങ്കിൽ സോയാബീൻ പോലെയുള്ള കൾട്ടിവേഷൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുക. അപ്പൊ ഇത് വോൾക്കാനിക് ബസാൾട്ട് റോക്സുകൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. വോൾക്കാനിക് ആയിട്ടുള്ള റോക്സ് ആണ്. വോൾക്കാനിക് ബസാൾട്ട് റോക്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ. അതിന്റെ ഒരു ഇതായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഡെക്കാൻ പ്ലേറ്റ്യൂ എവിടെയാണ് വരുന്നത്? വെസ്റ്റേൺ ഗട്ട്സിനും ഈസ്റ്റേൺ ഗട്ട്സിനും ഇടയിലാണ്. വെസ്റ്റേൺ ഗട്ട്സിനും ഈസ്റ്റേൺ ഗട്ട്സിനും ഇടയിലുമാണ്. ഈസ്റ്റേൺ ഗട്ട്സിനും ഇടയിലാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ ഉണ്ടാവുന്നത്. ഇതെവിടെയാണ്? ആരവല്ലി, വിന്ധ്യ റേഞ്ചസിന്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് മാൽവ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് അല്ലെ. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ഇത് നമ്മുടെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു കുറച്ച് ഏരിയാസിലാണ് അത് വരുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽ റിസോഴ്സസ് എന്താണ്? ചോട്ടാ നാഗ്പൂറിന് അറിയപ്പെടുന്ന സ്റ്റോർ ഹൗസ് എന്നാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ സോഴ്സസ് ഉള്ള, സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽ റിസോഴ്സസ് ഉള്ള ആൾക്കാരാണ്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബോക്സൈറ്റ്, അതുപോലെ തന്നെ മൈക്ക തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ മിനറൽസ് കിട്ടുന്നത് അവിടെ നിന്നാണ്. കോള്, അയണ്, മൈക്ക, ബോക്സൈറ്റ് തുടങ്ങിയ പല കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിൽ കൂടെ ഡ്രെയിൻ ചെയ്യുന്ന റിവർ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ ദാമോദർ ആണ് അല്ലെ. ദാമോദർ വേലിയാണ് ഇതിന്റെ ഇടയിൽ കാണുന്നത്. അപ്പൊ ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിയോൺ റോക്സ് പ്രകാരമാണ്. ആർക്കിയോൺ റോക്സ്, ഇവിടെ വോൾക്കാനിക് ബസാൾട്ട് റോക്സ് ആണെങ്കിൽ ഇവിടെ ആർക്കിയോൺ റോക്സുകളാണ്. റോക്സ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് നീസ് എന്ന് പറയുന്ന റോക്സ് ഓഫ് നീസ് ആൻഡ് ഗ്രാനൈറ്റ് ഇവരെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ആ ഒരു മണ്ണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക. ഡെക്കാൻ പ്ലേറ്റ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്ന പ്ലേറ്റ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് സത്പുര റേഞ്ചസ് ആണ് അതിന്റെ ഇടയിൽ വരുന്നത്. സത്പുര ഡെക്കാനിന്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. താപി എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് അല്ലെ. വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് നർമ്മദ, താപി, ലൂണി, സബർമതി തുടങ്ങിയ കുറെ കാര്യങ്ങള്. അതുപോലെ ഗോദാവരി എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണ ഗംഗ, സൗത്ത് ഗംഗ എന്നറിയപ്പെടുന്നതാണ് ഗോദാവരി. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഗോദാവരിയെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? അവിടെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ
ഇതെന്താണ് ഓരോ പ്ലേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇതൊന്ന് പഠിക്കുമ്പോൾ മഹാരാഷ്ട്രയിലുള്ളത് എന്താണ്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് വൈസും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് പ്രത്യേകത, റിവേഴ്സ് ഏതൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്, കൃഷ്ണ എവിടെ കൂടെയാണ് ഒഴുകുന്നത്, നമ്മുടെ തെലങ്കാന നമ്മുടെ ആന്ധ്രാപ്രദേശിൽ കൂടെയാണ് ഒഴുകുന്നത്, കാവേരി എവിടെ കൂടെയാണ് ഒഴുകുന്നത്, തമിഴ്നാട്ടിൽ കൂടെയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നാളത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇനി അടുത്ത പൊളിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് വാസ് അബോളിഷ്ഡ് ബൈ ദ 19th അമെൻഡ്മെന്റ് ആക്ട് 1966. 19ാമത്തെ അമെൻഡ്മെന്റ് 1966 ഇതിൽ ഏത് സാധനത്തിനെയാണ് എടുത്ത് അബോളിഷ് ചെയ്ത് കളഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ മാറ്റി കളഞ്ഞത്? ഈ പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആയാലും പൊളിറ്റി എക്കണോമിക്സ് ഒക്കെ ഒരേ റേഞ്ചിലാണ് വരുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻസ് പൊളിറ്റി, ഒരു 3ഓളം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും വരും, എക്കണോമിക്സിൽ നിന്നൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വരുന്നത് എന്നും സ്ഥിരമായിട്ടുള്ള സ്ഥലത്തിൽ നിന്നാണ്. അപ്പൊ ഈ പറയുന്ന പൊളിറ്റി കുറച്ചും കൂടെ വാസ്റ്റ് ആണ്. അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കാത്ത കുറെ ഏരിയയിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 19th അമെൻഡ്മെന്റ് ആക്ട് 1966 വരുന്നത് എന്തിനാണ് എന്ത് ചെയ്യുന്നത്, അബോളിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ് അബോളിഷ് ചെയ്യുന്നത്? 19th അമെൻഡ്മെന്റ് ആക്ട് ഇലക്ഷൻ ട്രിബ്യൂണൽസിനെയാണ് എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പൊ 19ാമത്തെ അമെൻഡ്മെന്റ് ആക്ട് 1966 ഇലക്ഷൻ ട്രിബ്യൂണൽസിനെയാണ് ഒഴിവാക്കി കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും നിങ്ങൾ അറിയുക. പ്രൈവി പേഴ്സസ് ഒഴിവാക്കുന്ന ഏതാണ്? 26th അമെൻഡ്മെന്റ് ആക്ട് 1971 26th അമെൻഡ്മെന്റ് ആക്ട് ആണ്. 26ാമത്തെ അമെൻഡ്മെന്റ് ആക്ട് 1971 പ്രൈവി പേഴ്സസ് എടുത്ത് കളയുകയാണ്, അബോളിഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈവി പേഴ്സസ് അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ ഈ പറയുന്ന പോലെ അമെൻഡ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26th അമെൻഡ്മെന്റ് ആക്ട് 1971 ആണ്. അതുപോലെ സമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ ലാൻഡ് റീഫോം സിസ്റ്റം ഒക്കെ ഒഴിവാക്കി കളയുന്ന ഏതിലാണ്? ലാൻഡ് റീഫോംസ് എടുത്ത് കളഞ്ഞ സിസ്റ്റം ഏതാണ്? 1951 ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് ആണ് അല്ലെ. 1950 ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, കൂടുതലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് അമെൻഡ്മെന്റ് ആക്ട് 1951 മാറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ ലാൻഡ് റീഫോം സിസ്റ്റം ആണ്. അതിനെ എടുത്ത് കളയുകയാണ് ചെയ്തത്. അത് ആലോചിക്കുക. അപ്പൊ ലാൻഡ് റീഫോം ലോസ് ഒക്കെ ഒരു ചേഞ്ച് വരുത്തുന്നത് ആ സമയത്താണ്. പിന്നെ ഇവിടെ നമുക്ക് ആകെ പിന്നെ സെപ്പറേറ്റ് പറയാനുള്ളത് ഏതാണ്? ഇലക്ഷൻ ട്രിബ്യൂണൽസ് പറഞ്ഞു, പ്രൈവി പേഴ്സസ് പറഞ്ഞു, സെപ്പറേറ്റ് ഇലക്ടോറൽ സിസ്റ്റം. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് ഇലക്ടോറൽ സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ടായിരുന്നു. നമ്മുടെ മോർലെ മിന്റോ റീഫോംസ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ലോർഡ് മിന്റോയുടെ സമയത്ത് കൊണ്ടുവന്ന 1909 കൊണ്ടുവന്ന മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, മുസ്ലിംസിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ്. കാരണം നമ്മുടെ അന്ന് ഇന്ത്യ നമ്മളെ വിഭജിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ, അതായത് മുസ്ലിംസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, രാജ്യത്തിന് മൊത്തമായിട്ട് ഭിന്നിപ്പിക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ മോർലെ മിന്റോ ഒരു റീഫോം തുടങ്ങുന്നത്. മുസ്ലിംസിന് ഒരു പ്രത്യേക ഇലക്ടറേറ്റ് ഒക്കെ കൊടുത്ത് നമ്മളെ മൊത്തത്തിൽ അടിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് കൊണ്ടുവന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പോലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രകാരമൊക്കെ കൊണ്ടുവന്നിട്ട് മോർലെ മിന്റോ റീഫോംസ് കൊണ്ടുവന്നതാണ്. പിന്നെ അതൊക്കെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്ത് സെപ്പറേറ്റ് ഇലക്ടറൽ സിസ്റ്റം ഒക്കെ മാറ്റാനായിട്ടുള്ള കുറെ ശ്രമങ്ങൾ നടന്നു. 1990 അതിനൊക്കെ കുറെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 അതിന് കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ്. ഇവിടെ സെപ്പറേറ്റ് ഇലക്ടറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോർഡ് മിന്റോയാണ്. മോർലെ മിന്റോ റീഫോംസ് 1909 അത് കൊണ്ടുവരുന്നത്, മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റോടെ. പിന്നെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1990 കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി, കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അമെൻഡ്മെന്റ് ആക്ട് നിങ്ങൾ ഓരോന്നും പഠിക്കണം. എപ്പോഴും കോമൺ ആയിട്ട് പഠിക്കുന്നതും പഠിക്കണം. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളും ചിലപ്പോൾ എടുത്ത് ചോദിച്ചു കളയും. അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തോളുക. ഇനി അടുത്ത് വരുന്നത് ആസ് ഓഫ് April 2025 ഹൗ മെനി ലാംഗ്വേജസ് ആർ ലിസ്റ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എത്ര ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഇപ്പോഴുള്ളത്? 22 ലാംഗ്വേജ് ആണ്. തുടക്കം സമയത്താണ് നമുക്ക് എത്ര ഉണ്ടായിരുന്നത്? 14. 1950 എത്രയാണ് ചോദിച്ചത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് 14 ആയിരുന്നു. പിന്നെ അത് 8th കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ 8th നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഒക്കെ പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്ട് ലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആക്ട് ആഡ് ചെയ്യുന്നത് ഏതാണ്? 21st അമെൻഡ്മെന്റ് ആക്ട് 1967 നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. സിന്ധി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ കൊണ്ടുവരുന്നത് ആ സമയത്താണ്. സിന്ധി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കൊണ്ടുവരുന്നത് 21st അമെൻഡ്മെന്റ് ആക്ട് 1967 പിന്നെയും ഇതിന് ചേഞ്ചസ് ഉണ്ടായി. 71st അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഒരു 3 ലാംഗ്വേജസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 1992. അതാണ് കൊങ്കണി,
കൊങ്കണി, അതുപോലെ തന്നെ നേപ്പാളി, അതുപോലെ മണിപ്പൂരി. നേപ്പാളി, കൊങ്കണി, നേപ്പാളി, മണിപ്പൂരി. ഓക്കെ, ഇത് ഇത്രയാണ് 71st Amendment Act 1992 കൊണ്ടുവരുന്നത്. പിന്നെയും ഇതിനൊരു ചേഞ്ച് ഉണ്ടായി. വീണ്ടും എത്ര കൊണ്ടുവന്നു? 92nd Amendment Act 2003 എന്ന് കൊണ്ടുവന്നു. 92nd Amendment Act 2003 ബാക്കിയുള്ള ബോർഡ് 2003 4ലൊക്കെയാണ് അത് പബ്ലിഷ് ആവുന്നത് കേട്ടോ. 2003 അത് കൊണ്ടുവന്നെങ്കിൽ 2004 കംപ്ലീറ്റ്ലി അത് പബ്ലിഷ് ആവുന്നതെന്ന് തോന്നുന്നു. ബോഡോ ദോഗ്രി, സന്താളി, മൈഥിലി. അപ്പൊ ഇതൊക്കെ പിന്നെ വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ട് അമെൻമെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ലാംഗ്വേജസ് ആണിത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 92nd Amendment Act ആദ്യം വന്നത് 21st Amendment Actലൂടെ സിന്ധി വന്നു. അത് കഴിഞ്ഞ് 71st Amendment Actലൂടെ കൊങ്കണി, നേപ്പാളി, മണിപ്പൂരി വന്നു. അത് കഴിഞ്ഞ് 92nd Amendment Actലൂടെ ബോഡോ ഡോഗ്രി, സന്താളി, മൈഥിലി. ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ 22 ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇന്ത്യക്കായിട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. പാർട്ട് 17 ഇത് വരുന്നത് അല്ലെ? പാർട്ട് 17 അകത്താണ് വരുന്നത്. 343 തൊട്ട് 351 വരെയൊക്കെയാണ് ഇത് നമ്മൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയണത് പാർട്ട് 17 343 തൊട്ട് 351 നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ മനസ്സിലാക്കിക്കൊള്ളാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണമെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഫ്രീ ലീഗൽ എയ്ഡ് 39A ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി പറയുന്നത്. അത് വരുന്നത് 39 വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന സാധനത്തിനകത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ പറയുന്ന ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്ന ഒരു പോളിസി എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 ആണ് അല്ലെ? പാർട്ട് 4 36 to 51 വരെ അല്ലെ? 36 to 51 വരെയാണ് വരുന്നത്. ഓക്കെ, ആ കാര്യം അവിടെ മനസ്സിലാക്കാം. 39A ഈ ഫ്രീ ലീഗൽ എയ്ഡ് കൊണ്ടുവരുന്നത്. 42nd Amendment Actലൂടെ 1976 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റിയിട്ട്. പ്രിയമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ എല്ലാം ഒരു ഡയറക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രിയാമ്പിളിനെ എടുത്തിട്ടുള്ളത്. സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഈ 5 ആശയങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോവറൈൻ, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് അല്ലെ? സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയങ്ങളാണ് നമ്മൾ അതിൽ പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 4A എന്ന് പറയുന്ന പാർട്ടാണ് അല്ലെ? 4A എന്ന് പറയുന്ന പാർട്ടാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ആണ്. അപ്പൊ ഇതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതെല്ലാം നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ ഓവറോൾ. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കണം. പ്രിയാമ്പിളിനെ കുറിച്ച് പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത സയൻസ്, ബയോളജിയും ഇമ്പോർട്ടന്റ് ആണ് നന്നായിട്ട് തന്നെ. ബയോളജി മാത്രമല്ല, എല്ലാം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 5 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടിൽ നിന്നും ചോദിക്കും. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് നോട്ട് ബീൻ ഡിസ്കവേർഡ് ഡ്യൂറിംഗ് മെന്റലീവ്സ് ടൈം. മെന്റലീവിന്റെ ടൈമിൽ കണ്ടുപിടിക്കാത്ത എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെയിൻലി പറയുകയാണെങ്കിൽ നോബിൾ ഗ്യാസസ് ആ സമയത്ത് ആള് എന്ത് ചെയ്തിട്ടില്ല? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നോബിൾ ഗ്യാസസ് എന്നറിയപ്പെടുന്ന, ഇനർട്ട് ഗ്യാസസ് എന്നറിയപ്പെടുന്ന, മോണോട്ടോമിക് എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാരെ ഒന്നും ആര് കണ്ടുപിടിച്ചിട്ടില്ല? മെന്റലീവ് ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്ന് പറയുന്ന ആൾക്കാരെ ഒന്നും അന്ന് ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ അതിൽ വരുന്ന എക്സാമ്പിൾ ഏത് തന്നെയാണ്? റെഡോണും പൊളോണിയോ ആണ്. റെഡോണും പൊളോണിയോ ഒന്നും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഫസ്റ്റ് നോബിൾ ഗ്യാസിനെ കണ്ടുപിടിക്കുന്നത് 1894 ആരെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഗണിനെയാണ്. ഓക്കെ, ആർഗണിനെയാണ് കണ്ടുപിടിക്കുന്നത്. ലോർഡ് റെയ്ലിഷും വില്യം റാംസേയും കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ലോർഡ് റെയ്ലിഷും വില്യം റാംസേ എന്ന് പറയുന്ന ആൾക്കാരാണ് അത് കണ്ടുപിടിക്കുന്നത്. വില്യം റാംസേ എന്ന് പറയുന്ന ആൾക്കാരാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് നോബിൾ ഗ്യാസസിനെ പറ്റി പറയുന്നത്. ആർഗണൊക്കെ ലൈറ്റ് ബൾബിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. ഓരോ നോബിൾ ഗ്യാസസിനെ പറ്റി പഠിക്കുന്ന, ഓരോ പീരീഡിൽ ആരൊക്കെയാണുള്ളത്, ഓരോ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത് എന്നൊക്കെ ഉള്ളൊരു ക്ലിയർ ഐഡിയ അവിടെ നിന്ന് ഉണ്ടാവണം. മെന്റലീവ്സിന്റെ പീരീഡ് പിന്നെ മാറി, അറ്റോമിക് മാസ് വെച്ചിട്ടാണ് മെന്റലീവ്സ് ടൈം പീരീഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ പിന്നെ വന്നത് അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത്, വിച്ച് മെറ്റൽസ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന പോലെ
ഏതാണ്? കോപ്പർ ആൻഡ് അലുമിനിയം ആണ്. കാരണം ഇവരുടെ കണ്ടക്ടിവിറ്റിയുടെ ഒക്കെ ഒരു ഇതുകൊണ്ടും അതുപോലെ തന്നെ ലോ കോസ്റ്റ് ഒക്കെ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സലന്റ് കണ്ടക്ടിവിറ്റി, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് കാരണവും ഡ്യൂറബിലിറ്റി കൊണ്ടും ഈ പറയുന്ന കൊറോഷനിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഒക്കെ കൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ യൂസ് ചെയ്യുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ആൻഡ് അലുമിനിയം ആണ്. ഡ്യൂറബിലിറ്റി കൊണ്ട് കൊറോഷനിൽ നിന്നുള്ള മുക്തി കൊണ്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന കോപ്പറിനെയും അലുമിനിയത്തെയും ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അത് ആലോചിക്കുക. ഡ്യൂറബിലിറ്റി, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. കോപ്പറിനൊക്കെ വളരെ വിലക്കുറവായതൊക്കെ കൊണ്ട് കോപ്പർ അലുമിനിയം ഒക്കെ വിലക്കുറവുണ്ട്. പിന്നെ എന്താണ്? എക്സലന്റ് കണ്ടക്ടിവിറ്റിയും കൂടെ ആണ്. പിന്നെ കണ്ടക്ട് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എക്സലന്റ് കണ്ടക്ടിവിറ്റി ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം എക്സിബിറ്റ് ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ മാത്രം ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികളെയാണ് പറയുന്നത്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ അനിമൽസിനെ ഫീഡ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള മൃഗങ്ങളെ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് പറയുന്നത്. ഇതിൽ ആരാണ്? യൂഗ്ലീനയാണ് ബോത്ത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്നത്. യൂഗ്ലീന എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് അമീബിയ ആണ്. ഇത് പറയുന്ന പോലെ സൺലൈറ്റ് ഉള്ള സമയത്ത് പ്ലാന്റ്സിൽ നിന്ന് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കും. അതുപോലെ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള അനിമൽസിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന ആളാണ് യൂഗ്ലീന എന്ന് പറയുന്നത്. പാരമീസിയം, അമീബ, പ്ലാസ്മോഡിയം ഒക്കെ എന്താണ്? ഹെറ്ററോട്രോപ്സുകളാണ് കേട്ടോ. ഹെറ്ററോട്രോപ്സുകളാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പ്ലാസ്മോഡിയം ഒരു എന്താണ്? പാരസൈറ്റ് ആണ്. പാരസൈറ്റ് ആണെന്നുള്ളൊരു കാര്യം അറിയാലോ. പ്ലാസ്മോഡിയം പാരസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആലോചിക്കുക. അമീബ ഒരു സീഡോപോഡയാണ് അല്ലെ? സീഡോപോഡ് അവരുടെ മൂവ്മെന്റ് ചെയ്തിട്ടാണ് സീഡോപോഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുന്നതാണ്. CBT 2 മോഡലിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോവുകയാണ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, ഡെയിലി എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഡെയിലി നമ്മൾ അല്ലെങ്കിൽ ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇന്ന് ഹിസ്റ്ററി പഠിക്കുമെങ്കിൽ നാളെ ജോഗ്രഫി, മറ്റന്നാ പൊളിറ്റി, മറ്റന്നാ എക്കണോമിക്സ്, അങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപോലെ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യുക. അപ്പൊ കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കറണ്ട് അഫേഴ്സ് ഡെയിലി മന്ത്ലി വൈസ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ കൃത്യമായി വായിച്ചു പോവുക. ആനന്ദ് നാഗ് റിസീവ്ഡ് പത്മഭൂഷൺ. ഇത് പത്മ അവാർഡ്സ്, നമ്മുടെ അവാർഡ്സ് കാറ്റഗറിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഫീൽഡിലാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട് ഫീൽഡിലാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ പത്മ അവാർഡ്സ് പഠിക്കുമ്പോൾ പത്മയുടെ ഫുള്ള് പഠിക്കണം. അതായത് ഈ പറയുന്ന പോലെ പത്മശ്രീ എത്ര പേർക്ക് കിട്ടി? 113 പേർക്കാണ് കിട്ടുന്നത്. പത്മ വിഭൂഷൺ ആർക്കാണ് കിട്ടുന്നത്? 7 പേർക്കാണ് കിട്ടുന്നത്. അതുപോലെ പത്മഭൂഷൺ എത്ര പേർക്കാണ് കിട്ടുന്നത്? 19 പേർക്കാണ് കിട്ടുന്നത്. പത്മഭൂഷൺ 19, അങ്ങനെ ആകെ മൊത്തം 139 പേർക്കാണ് പത്മ അവാർഡ്സ് കിട്ടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത്. പത്മശ്രീ, പത്മ റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡ് പഠിക്കുക. അപ്പൊ പത്മവിഭൂഷൺ പഠിക്കുമ്പോൾ ആർക്കൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ കാണും. ഈ ആനന്ദ് നാഗ് എന്ന് പറയുന്നത് ഒരു കന്നഡ ഫിലിം ആക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ആർട്ട് ഫീൽഡിലാണ് ആളെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ഇനി അടുത്ത ഫെബ്രുവരി 2025 എത്ര അത്ലറ്റ്സിനെയാണ് ഇന്റർനാഷണൽ റെക്കോർഡ് കിട്ടിയത്? നമ്മുടെ ഈ പറയുന്ന കേലോ ഇന്ത്യ വഴി. കേലോ ഇന്ത്യ 2018 തുടങ്ങിയ ഒരു സംരംഭമാണ് കേലോ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ യൂത്ത് ഗെയിംസ് ഉണ്ട്, പാരാ ഗെയിംസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കേലോ ഇന്ത്യ ഗെയിംസ് നടത്താറുണ്ട്. അപ്പൊ അതിൽ തന്നെ എത്ര ആൾക്കാർക്കാണ് ഇതുവരെയും ഇന്റർനാഷണൽ റെക്കോർഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1424 പേർക്ക് കിട്ടി. അപ്പൊ സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. സ്പോർട്സിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓരോ ഹോസ്റ്റ് ചെയ്ത കൺട്രീസ് ആരൊക്കെയാണ് കളിച്ചിട്ടുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. 1424 പേർക്കാണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അല്ലെങ്കിൽ കേലോ ഇന്ത്യയിൽ റെക്കോർഡ്സുകൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും നാളത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തതായിക്കോട്ടെ, ഒളിമ്പിക്സ് റെക്കോർഡ് ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ഗെയിംസിൽ പങ്കെടുത്ത് അവർക്ക് റെക്കോർഡ് കിട്ടുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പറയാ. ഈ ഇടയ്ക്ക് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കും. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ബീഹാറിൽ വെച്ചിട്ടാണ് നടന്നത്. ആരാണ് ജയിച്ചത്? മഹാരാഷ്ട്രയാണ് ടീം വിൻ ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ജനുവരി 2025 ഹൂ ചെയ്യേണ്ട ഹൈ ലെവൽ റിവ്യൂ മീറ്റിംഗ് ഓൺ ISRO's അപ്കമിംഗ് മിഷൻ. ISRO എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആണ്. ISROയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ISRO പുതിയ എന്തൊക്കെയാണോ ഇന്നോവേഷൻസ് ചെയ്യുന്നത്, പുതിയ എന്തൊക്കെയാണോ ലോഞ്ച് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ISROയുടെ പുതിയ ഹൈ ലെവൽ റിവ്യൂല് ചെയർ ചെയ്യാൻ പോണ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ് ആണ്. കാരണം എന്താണ്? ഹി ഈസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ യൂണിയൻ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിതേന്ദ്ര സിംഗ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ യൂണിയൻ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിതേന്ദ്ര സിംഗ് ആണ്. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കിക്കോളാം. ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങൾ, ഓരോ കറണ്ട് അഫേഴ്സ് പോർഷൻസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ആർട്ട് ആൻഡ് കൾച്ചർ വരുമ്പോൾ നമുക്ക് വരുന്നത്
ജാഗോയ്, ചോളം ആർ ദ ടു മെയിൻ ഡിവിഷൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിയാണ്. മണിപ്പൂരി ഡാൻസിനകത്താണ് ജാഗോയും ചോളവും വരുന്നത്. അത് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത ഫീമെയിൽ കൗണ്ടർ പാർട്ട്. അപ്പൊ ഇതെല്ലാം പഠിക്കണം. കുച്ചിപ്പുടിയിൽ ഫേമസ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, കഥക്കിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഒഡീസിയിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതെന്ന് ഇതെല്ലാം ഓരോന്ന് നോട്ട് ഡൗൺ ചെയ്ത്, ഒഡീസിയുടെ ഡാൻസേഴ്സ് ആര്, മണിപ്പൂരിയുടെ ഡാൻസേഴ്സ് ആര്, ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ദ ഫീമെയിൽ കൗണ്ടർ പാർട്ട് ഓഫ് ദ മെയിൽ ബംഗ്ര ഈസ് കാൾഡ് എന്തെന്നാണ് പറയുന്നത്, ഗിദ്ദ എന്നാണ് പറയുന്നത്. ഫീമെയിൽ കളിക്കുന്ന പാർട്ടിനെ ബംഗ്ര എന്ന് പറയുന്നെങ്കിൽ ആണുങ്ങൾ അതിന് ഫീമെയിൽ കൗണ്ടർ പാർട്ടിന് ഓഫ് ദ മെയിൽ ബംഗ്രയുടെ ഫീമെയിൽ കൗണ്ടർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിദ്ദ എന്ന് പറയുന്നത്. ഗിദ്ദ എന്ന് പറയുന്നത് കേട്ടോ. ആണുങ്ങൾ കളിക്കുന്നത് ബംഗ്ര എന്നും ഫീമെയിൽസ് കളിക്കുന്നതിനെ ഗിദ്ദ എന്നും പറയും. അപ്പൊ ഗൂമർ എവിടത്തെയാണ്, ഗർഭ എവിടത്തെയാണ്, കൽബലി എവിടത്തേക്കാണെന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇനി വിച്ച് പാർട്ട് ഓഫ് ഹിന്ദു ടെമ്പിൾ സെർവ്സ് ആസ് ദ ഇന്നർ മോസ്റ്റ് ചാമ്പർ ഓഫ് ദ പ്രൈമറി ഡൈറ്റി. പ്രൈമറി ഡൈറ്റി ഇരിക്കുന്ന ആ ഇന്നർ പാർട്ട് സ്ഥലത്തിന്, ആ സാക്രഡ് ആയിട്ടുള്ള ചാമ്പറിനെ എന്തായിട്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭഗൃഹ എന്നാണ് പറയുന്നത്. ഗർഭഗൃഹ എന്നാണ് ആ ഒരു ടെമ്പിൾ ഡൈറ്റി ഐഡോളിനെയൊക്കെ നമ്മൾ വച്ചിരിക്കുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ഗർഭഗൃഹ എന്ന് പറയുന്നത്. ശിഖര എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ടവർ റീജിയനെയാണ് നമ്മൾ ശിഖര എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ജഗതി എന്താണ്, കലാശ എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. ജഗതി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, പ്ലാറ്റ്ഫോം ആണ്. എവിടെയാണോ ഈ ക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് ജഗതി എന്ന് പറയുന്നത്. കലാശ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ശിഖരത്തിന് മുകളിൽ കാണുന്നത്. ശിഖര എന്ന് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ശിഖര എന്ന് പറയുന്ന ആ ഒരു ടവറിനെ വിമാന എന്നാണ് സൗത്ത് ഇന്ത്യക്കാർ പറയുന്നത്. വിമാന എന്നാണ് സൗത്ത് ഇന്ത്യക്കാർ ആ ഒരു ടവർ റീജിയൻ, അതായത് ടെമ്പിൾസിന്റെ ഒക്കെ മുകളിൽ കാണുന്ന ആ ഒരു പോർഷനെ പറയുന്നത്. കലാശ അതിന്റെ ടോപ്പിൽ കാണുന്ന ആ ഒരു ഗോപുരം പോലത്തെ സാധനങ്ങളെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി അടുത്ത് ഹൂ സ്പെസിഫിക്കലി പെയിന്റ്സ് ദ പിത്തോര ആർട്ട് വർക്ക്. പിത്തോര ആർട്ട് വർക്ക് ചെയ്യുന്നത് ആരെന്നാണ് ചോദിക്കുന്നത്. ലക്കാര ട്രൈബ്സുകളാണ്. ലക്കാര ട്രൈബ്സുകളാണ് ഇവര്. ട്രൈബ്സ് മെയിൽസ് ആണ്, മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ എന്താണ്, ലക്കാര എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ബില്ല്, രത്വ, ബിലാല എന്നൊക്കെ പറയുന്ന ഗുജറാത്ത് മധ്യപ്രദേശിൽ കാണുന്ന നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പ്സുകാരാണ് ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നത് കേട്ടോ. പിത്തോര ആർട്ട് വർക്ക് ചെയ്യുന്നത് ലക്കാര ട്രൈബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് പഠിക്കുക. ഏതൊക്കെ ഭാഗമാണ്, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ പറയുന്ന പോലെ ഡാൻസിന്റെ പാർട്ട് തന്നെ ഉണ്ട്, ഹിന്ദു ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെയിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ പല രീതിക്കുള്ള ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു രീതിയിൽ അതും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം ഡേക്ക് വേണ്ടിയായിട്ട് സ്ട്രാറ്റജി കണ്ടുപിടിക്കുമ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി എപ്പോഴും മനസ്സിലാക്കേണ്ടത്, 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. 90 മിനിറ്റ് ആണ് ഓവറോൾ എക്സാമിന് വേണ്ടി വരുന്നത്. നമുക്ക് മാത്സ് 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ കിടക്കുന്നു, റീസണിങ് 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ കിടക്കുന്നു. അപ്പൊ നമ്മുടെ GK ഒരിക്കലും മുങ്ങിപ്പോകരുത്. GK മാക്സിമം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് 15 മിനിറ്റ് ഈ പറയുന്ന GKക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് ആൻസർ എന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം. ടൈം മാനേജ് ചെയ്യുക. ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. അറിഞ്ഞൂടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എലിമിനേഷൻ ടെക്നിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ വന്നു, അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ആ ഒന്ന് ഡിവിഷനിങ് ചെയ്യാൻ പറ്റണം, അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, 2 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാമായിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക കേട്ടോ. അപ്പൊ അതാണ് എക്സാം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് സക്സസ് ടിപ്പ് ആയിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്, കറക്റ്റ് ആൻസേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കൽ കൊടുത്തത് ശരിയായിരിക്കും, അതിനെ വീണ്ടും എന്ത് ചെയ്തു, പാനിക് കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു, തെറ്റ് കൊടുക്കാതിരിക്കുക. മാക്സിമം റീഡ് ചെയ്യുക. അൺനെസസറി ആയിട്ട് ഒരുപാടായിട്ട് റീഡ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ റാൻഡംലി വിത്തൗട്ട് സ്ട്രാറ്റജി, ഗെറ്റിംഗ് സ്റ്റക്ക് ഓൺ അൺഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം സ്കിപ്പ് അടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ അത് വെറുതെ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസിലൂടെങ്കിലും കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് എവിടെയെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. അല്ലാതെ ഒന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരുപാട് ടൈം എന്ത് ചെയ്യുക, മാക്സിമം ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനി അടുത്ത ഫൈനൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിട്ട് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നും ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നതാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.